ബ്രോ എല്ലാരും ഹാപ്പി ആക്കി നടക്കുന്ന ബ്രോക്ക് ബ്രോന്റെ ഉമ്മാനും ഉപ്പാനും പോയി കാണും ബ്രോ. അവർക്കത് സന്തോഷമാവും, അവർക്ക് സന്തോഷം ആവും. പബ്ലിക് ആക്കേണ്ട അവരെ ബ്രോനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ബ്രോ ഞാൻ ഇടക്കിടക്ക് പോയി കാണലുണ്ട്. പക്ഷെ വീട്ടിലെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു ഫാമിലി അല്ല എന്റത്. ഞാനിനി 1000 കോടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഒരു അത്ര ഞാൻ റൊണാൾഡോന്റെ അത്ര ഫേമസ് ആയി എന്ന് പറഞ്ഞാലും അവരുടെ ടേംസിൽ ഞാൻ നിൽക്കാണ്ട് ഒരിക്കലും അവര് ഹാപ്പി ആവില്ല. ഇത് നമ്മുടെ തൊപ്പിയുടെ വാക്കുകളാണ്. ഞാന് മറ്റൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. കൊച്ചിലെ എന്റെ അമ്മയ്ക്ക് വഴിയായിരുന്നു, മാനസിക രോഗിയായിരുന്നു. അപ്പോഴും പിള്ളേരെല്ലാരും സ്കൂളിൽ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കുന്ന സമയം എന്റെ അമ്മയെ ഞാൻ കാണാൻ പോണ ഊളംപാറയിലാണ്. പിള്ളേരെല്ലാരും ഫുഡ് കഴിക്കുമ്പോ എനിക്കും കൊതി വന്നു. അമ്മയും ഒപ്പം ഉണ്ടാകുന്ന പിന്നെ ഞാൻ എന്റെ അമ്മയെ കാണാൻ പോണ ഊളംപാറ. ഒന്ന്, ജീവിതത്തിൽ ഉമ്മയും വാപ്പയും ജീവിച്ചിരുന്നിട്ട് പോലും അവരുടെ സ്നേഹവും വാത്സല്യവും തന്റെ ഒരു അബദ്ധത്താൽ കിട്ടാതെ പോയ ഒരു മകൻ. മറ്റൊരു വശത്ത് നമ്മൾ ചിന്തിച്ചു നോക്കി, സ്വന്തം ഊളംപാറയിൽ നിന്ന് സ്വന്തം ഉമ്മയെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു മകൻ, അമ്മയുടെയും അച്ഛന്റെയും കല്ലറ കുത്തിപ്പൊളിക്കുന്ന ഒരു മകൻ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഉമ്മയും ഉപ്പയും ഒരു നിർണായകമാണ്. അവരുടെ ജീവിതത്തിലുള്ള സമയത്ത് മാത്രമേ നമുക്ക് അവരെ അനുഭവിക്കാൻ കഴിയൂ. പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അവിടെ മുത്തുനബിക്ക് കിട്ടിയിട്ടുണ്ടോ? ജനിക്കുന്ന സമയത്ത് തന്നെ ഉപ്പയെ നഷ്ടപ്പെട്ടില്ലേ? ഉപ്പയെ കണ്ടിട്ടില്ലല്ലോ. അതുപോലെ 6-ാം വയസ്സിൽ സ്വന്തം ഉമ്മാനെ നഷ്ടപ്പെട്ടില്ലേ? അപ്പോ ഉമ്മാന്റെയും വാപ്പാന്റെയും വാത്സല്യം കിട്ടുക, അവരുടെ സ്നേഹം കിട്ടുക എന്നുള്ളത് അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. കിട്ടിയവർക്ക്, ലഭിച്ചവർക്ക് അതൊരു ഭാഗ്യമാണ്. അവരാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്. ഉമ്മ സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള വാതിലാണ് നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. പല മക്കളും ഉപ്പയെ പരിഗണിക്കാതെ അവഗണിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഉമ്മയെ മാത്രം സ്നേഹിച്ചിട്ട് ഉപ്പയെ അവഗണിച്ചാലും സ്വർഗം കിട്ടുമെന്ന്, അല്ലെങ്കിൽ അള്ളാഹുവിനടുക്ക പടച്ചോന്റെ ഇവിടെ വിജയിക്കുമെന്ന് കരുതരുത്. പടച്ചോനെ നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യം കൊടുക്കട്ടെ. അവരെ അനുഭവിക്കാൻ ഒരുപാട് നമുക്ക് തൗഫീക്ക് ലഭിക്കട്ടെ ഇൻഷാ അല്ലാഹ്.